ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എം ഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു റീസണിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, എൻ്റെ പേര് മിഥുൻ രാജ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷങ്ങളിൽ റീസണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, വിശദമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, വേഗം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വേഗം തന്നെ കടക്കുകയാണ്. നോക്കൂ, എന്താണ്? കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ മെയിൻസിന് 2023 സബ് ഇൻസ്പെക്ടർ മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണ് ക്വസ്റ്റ്യൻ? നോക്കൂ, എന്താണ്? സമയം 9:10 കാണിക്കുന്ന ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ചോദ്യം കേട്ടല്ലോ? എന്താണ് ചോദ്യം? കണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ വേഗം വേഗം ഉത്തരം ചെയ്തിട്ട് വേഗം കമന്റ് ചെയ്ത് എല്ലാവരും വേഗം കമന്റ് ചെയ്യൂ. വേഗം കമന്റ് ചെയ്യൂ. കിട്ടുന്നുണ്ടോ? എളുപ്പമല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ്? നമ്മൾ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെ ഒരു ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ്? നമ്മുടെ സമയം എന്ന് പറയുന്നത് 9:10 9:10. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും വേഗം ക്ലോക്കിലേക്ക് അങ്ങ് വരയ്ക്കും. ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ക്ലോക്കില് വരച്ച് കണ്ടെത്തുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം വേഗം ചെയ്യാം. നമുക്ക് എങ്ങനെയാണ്? 9:10 നമുക്ക് കാണേണ്ട സമയം, അല്ലെ? 9:10 എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം മണിക്കൂർ സൂചി 9ലേക്ക് വരച്ചു. ഓക്കെ, 9ലേക്ക് വരച്ചു. ശേഷം മിനിറ്റ് സൂചി നേരെ 10ന്റെ സ്ഥാനം കാണിക്കുന്ന 2ലേക്കും വരച്ചു. കിട്ടിയല്ലോ? വളരെ എളുപ്പമുള്ള കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവയുടെ കോണളവ് കണ്ടെത്തണം, അല്ലെ? ഈ രണ്ട് സൂചികൾക്കിടയിലെ കോണളവ് കണ്ടെത്തണം. കൃത്യം 9ലേക്കും കൃത്യം 2ലേക്കും നമ്മൾ സൂചികൾ വരച്ചു. നോക്കൂ, ഇവിടെ ഒരു പാർട്ട് ഉണ്ട്, അല്ലെ? അടുത്ത പാർട്ട് കിട്ടി, പിന്നെ ഒരു പാർട്ടും കൂടി കിട്ടി, പിന്നെ ഒന്ന്, അല്ലെ? എത്ര പാർട്ടായി? 1 2 3 4 5 പാർട്ട് കിട്ടി. 5 പാർട്ട് കിട്ടി. ഓക്കെ, ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി ആണ്, അല്ലെ? അറിയുന്ന കാര്യമാണല്ലോ, 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 5 പാർട്ട് വരുമ്പോ എത്രയായി? 5 × 30 എത്ര കിട്ടി? 150 കിട്ടി. 150 കിട്ടി, അല്ലെ? 150 കിട്ടി. ഓക്കെ, ഇത്രയും സെറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, അല്ലെ? 9 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് സഞ്ചരിച്ചിരിക്കുന്നു. ഈ ഓരോ മിനിറ്റിലും എന്താണ്? മണിക്കൂർ സൂചി 1/2 ഡിഗ്രി വീതം മുന്നോട്ട് ഉണ്ടാവുമല്ലോ. 1/2 ഡിഗ്രി വീതം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും. അതായത് 10 മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി 5 ഡിഗ്രി മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ മണിക്കൂർ സൂചി ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവും, അല്ലെ? കുറച്ചും കൂടി മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ എന്തായി? ഈ കോണളവ് കുറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അല്ലെ? എന്താണ്? കോണളവ് കുറഞ്ഞു. ആ കുറഞ്ഞ കോണളവല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് 150 - 5 എത്ര കിട്ടി? 145 ഡിഗ്രി എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയല്ലോ? വളരെ എളുപ്പത്തിൽ കിട്ടി. ഇക്വേഷൻ വെച്ച് ചെയ്യാം, അല്ലെ? 30h - 11/2 m വെച്ച് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വളരെ വേഗത്തിൽ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വരച്ച് വളരെ പെട്ടെന്ന് കണ്ടെത്തി. കിട്ടിയല്ലോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടി. ഓക്കെ, വെരി ഗുഡ്. കിട്ടുന്നുണ്ടല്ലോ. സെറ്റ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആണ്. അപ്പൊ നമ്മൾ SI മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ? സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വേഗം നോക്കൂ. ഒരു ക്ലോക്കിലെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നു എങ്കിൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? ഓക്കെ, എന്താണ് ചോദ്യം? ഒരു ക്ലോക്കിലെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നു എങ്കിൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? കണ്ണാടിയിലെ പ്രതിബിംബമാണ് ഇവിടെ പിന്നെ എന്താണ് ചോദിക്കുന്നത്. ഓക്കെ, കണ്ണാടിയിലെ പ്രതിബിംബമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു ക്ലോക്കിന്റെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നു എങ്കിൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? ജൂനിയർ അസിസ്റ്റന്റും ചോദിച്ചൊരു ചോദ്യമാണ്, 2022 ചോദിച്ചൊരു ചോദ്യമാണ്. വേഗം ചെയ്തേ, വളരെ പെട്ടെന്ന് ചെയ്തേ. വേഗം ചെയ്യൂ, എന്നിട്ട് വേഗം ഉത്തരം കമന്റ് ചെയ്യൂ. കിട്ടുന്നില്ലേ? എളുപ്പമല്ലേ? വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ട്. എന്താണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്? എന്താണ്? 1
10 1:10. ഇങ്ങനെ ഒരു സമയം തന്നു കഴിഞ്ഞാൽ പ്രതിബിംബത്തിലെ സമയമാണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം 11 മണിയിൽ കുറവാണോ 11 മണിയിൽ കൂടുതലാണോ എന്ന് നമ്മൾ നോക്കണം അല്ലെ. 11 മണിയിൽ കുറവാണെങ്കിൽ നമ്മൾ എത്രയിൽ നിന്ന് കുറയ്ക്കണം 11:60 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ നമ്മൾ കുറയ്ക്കണം അറിയുന്ന കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെ. തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്ന് കുറയ്ക്കണം. 60 നിന്ന് 10 കുറച്ചു 50 കിട്ടി. 11 നിന്ന് 1 കുറച്ചു 10 കിട്ടി. നമ്മുടെ ഉത്തരം 10:50 ഒറ്റയടിക്ക് കിട്ടി. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. കിട്ടിയല്ലോ, സെറ്റാണ്, എല്ലാവർക്കും കിട്ടിയല്ലോ. അതെ, 10:50 ആണ്. 10:50 വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. സെറ്റാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം വേഗം നോക്കിയേ. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. 12:10 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എന്താണ്? ഓക്കെ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 3 2023 ചോദിച്ചൊരു ചോദ്യമാണ്. വേഗം ചെയ്തേ വളരെ പെട്ടെന്ന് കിട്ടും നമുക്ക് അല്ലെ. എങ്ങനെയാണ്? ഇക്വേഷൻ വെച്ച് വേണേ നിങ്ങൾക്ക് ചെയ്യാം അല്ലെ. 30h - 11/2 m വെച്ച് നമുക്ക് ചെയ്യാം ഇക്വേഷൻ വെച്ചിട്ട്. പക്ഷേ അതിനേക്കാൾ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ക്ലോക്ക് വരച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കും. വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ടോ? ഉത്തരങ്ങൾ വേഗം കമന്റ് ചെയ്യൂ. വെരി ഗുഡ്. ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. 12ലേക്ക് നമ്മുടെ മണിക്കൂർ സൂചി നമ്മൾ ആദ്യം വരച്ചു. 12ലേക്ക് മണിക്കൂർ സൂചി നമ്മൾ ആദ്യം വരച്ചു. 10ലേക്ക് നമ്മുടെ മിനിറ്റ് സൂചി വരച്ചു. 10ലേക്ക് മിനിറ്റ് സൂചിയും വരച്ചു അല്ലെ. എത്ര പാർട്ടുണ്ട്? 2 പാർട്ടുണ്ട് അല്ലെ. ഇവിടെ ഇത്രയും ഒരു പാർട്ട്, വീണ്ടും ഒരു പാർട്ട്, 2 പാർട്ടുണ്ട് അല്ലെ. ഒരു പാർട്ടിന് 30 ഡിഗ്രിയാണ് കോണളവ്. അപ്പോൾ 2 പാർട്ടിനോ 2 30 എത്രയായി? 60 ഡിഗ്രി നമുക്ക് കിട്ടി. 60 ഡിഗ്രി കിട്ടി അല്ലെ. ഇവിടെ നിന്ന് ഇത്രയും നമുക്ക് 30 ആണ്, വീണ്ടും ഒരു 30 കൂടി വന്നു, 60 ഡിഗ്രി കിട്ടി ആണല്ലോ. 12 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് സഞ്ചരിച്ചിരിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു അല്ലെ. ഈ ഓരോ മിനിറ്റിലും ഈ 10 മിനിറ്റ് സഞ്ചരിച്ചല്ലോ, ഓരോ മിനിറ്റിലും മണിക്കൂർ സൂചി എത്ര മുന്നോട്ട് പോയിട്ടുണ്ടാവും? ഓരോ മിനിറ്റിലും 1/2 ഡിഗ്രി വീതം മുന്നോട്ട് പോയിട്ടുണ്ടാവും അല്ലെ. അതായത് നമ്മുടെ മണിക്കൂർ സൂചി ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക അല്ലെ. നമ്മൾ ക്ലോക്ക് നോക്കുന്നതാണ്. എപ്പോഴും 12 തന്നെയാണോ മണിക്കൂർ സൂചി ഉണ്ടാവുക? അല്ല, കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാകും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോണളവ് കുറഞ്ഞു അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആദ്യം ഇത്രയും ഉണ്ടായിരുന്ന കോണ് ഇപ്പോൾ നോക്കൂ ഇത്രയുമായി കുറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എത്ര കുറഞ്ഞിട്ടുണ്ടാവും? 10 മിനിറ്റ് ആണ് സഞ്ചരിച്ചത്. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി വീതമാണ് മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത്. അതായത് 10 മിനിറ്റ് ആകുമ്പോൾ 5 ഡിഗ്രി കുറഞ്ഞിട്ടുണ്ടാവും. 60 - 5 നമുക്ക് കിട്ടും എത്ര? 55 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും. 55 ഡിഗ്രി എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. ഇക്വേഷൻ വെച്ച് ചെയ്തു നോക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ നമുക്ക് ക്ലോക്ക് വരച്ചുകൊണ്ട് അല്ലെ, ചിത്രം വരച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. സെറ്റ് ആണല്ലോ. ഓപ്ഷൻ ബി കിട്ടിയോ? എല്ലാവർക്കും സെറ്റാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. 55 കിട്ടി. ഓക്കെ, സെറ്റാണ്. ഓക്കെ, കിട്ടിയല്ലോ. അങ്ങനെ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 3 2023 ചോദിച്ചൊരു ചോദ്യം വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വേഗം ചെയ്തേ. 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. ഓക്കെ, 2005 ഫെബ്രുവരി 8 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. 2004 ഫെബ്രുവരി 8 ആഴ്ചയിലെ ദിവസം ഏതാണ് എന്നാണ് ചോദിച്ചത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. വേഗം ചെയ്തോ, വളരെ പെട്ടെന്ന് ചെയ്തോ. വേഗം ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്യൂ. കിട്ടുന്നുണ്ടോ? എളുപ്പമല്ലേ? വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ട്. നോക്കാം നമുക്ക്. എന്നാണ് പറഞ്ഞത്? 2005 ഫെബ്രുവരി 8 ഒരു ചൊവ്വാഴ്ചയാണ്. ഓക്കെ, 2004 ഫെബ്രുവരി 8 ആ ദിവസം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെഴുതണം? ആദ്യം എഴുതേണ്ടത് ആദ്യത്തെ ഡേറ്റ് ആണ് അല്ലെ. നിങ്ങൾ നോക്കൂ, 2005 ഡേറ്റും ഉണ്ട്, 2004 ഡേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ 2004 ആദ്യം എടുത്തെഴുതുന്നു. ഓക്കെ, ഫെബ്രുവരി എപ്പോഴാണ്? 8 ആണ്. ഓക്കെ, രണ്ടാമത്തെ ഡേറ്റ് എപ്പോഴാണ്? 2005 ആണ്.
ഫെബ്രുവരി തന്നെയാണ്, അതും 8ആണ് അല്ലെ. ഒരേ ദിവസം വ്യത്യസ്ത വർഷങ്ങൾ, ഒരേ ദിവസം വ്യത്യസ്ത വർഷങ്ങൾ. എങ്ങനെ ചെയ്യും? എങ്ങനെയാണ്? ആദ്യം ഒരേ വർഷം ഒരേ ദിവസം വ്യത്യസ്ത വർഷങ്ങൾ തന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വർഷങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നു. 2005 2004 കുറച്ചു, എത്ര കിട്ടി? 1 കിട്ടി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, പ്ലസ് ഇനി എന്താ നമ്മൾ അതിനോട് കൂട്ടേണ്ടത്? ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ എത്ര ഫെബ്രുവരി 29 ഉണ്ടെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ എത്ര ഫെബ്രുവരി 29 ഉണ്ട്? ഫെബ്രുവരി 29 വരുന്നുണ്ടെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആയിരിക്കുമല്ലോ അല്ലെ. 2004 ഒരു ലീപ്പ് ഇയർ ആണല്ലോ. കാരണം 2004 നിശേഷം നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് 2004 ഒരു ഫെബ്രുവരി 29 ഉണ്ട് അല്ലെ. ഫെബ്രുവരി 8 കഴിഞ്ഞിട്ടുള്ള ദിവസം ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഈ 2 ദിവസങ്ങൾക്കിടയിൽ ഒരു ഫെബ്രുവരി 29 ഉണ്ടാവുമല്ലോ അല്ലെ. അതാണ് 2004 ഫെബ്രുവരി 29. കിട്ടിയല്ലോ. ആ ഒരു ഫെബ്രുവരി 29 നമ്മൾ കൂട്ടി. ഇനി ഏതെങ്കിലും ഫെബ്രുവരി 29 ഉണ്ടോ ഇതിന്റെ കൂടെ? ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല അല്ലെ, വേറെ ഒന്നുമില്ല. ഓക്കെ, അതായത് നമുക്ക് കിട്ടി എത്ര? 2 കിട്ടി. ഈ 2 എന്താണ്? 2 ഓഡ് ഡേയ്സ് ആണ് അല്ലെ. 2 ഒറ്റ ദിവസങ്ങളാണ് അല്ലെ. 2 ഒറ്റ ദിവസങ്ങളാണ്, 2 ഓഡ് ഡേയ്സ് ആണ്. നമ്മളോട് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് എന്ത്? 2005 ഫെബ്രുവരി 8 എന്ന് പറയുന്നത് ഒരു ചൊവ്വാഴ്ചയാണ് ആണല്ലോ. ഓക്കെ, ഈ 2 ദിവസങ്ങൾ എന്താണ്? ഒറ്റ ദിവസങ്ങളാണ്. നമുക്ക് കണ്ടെത്തേണ്ടത് 2005 ഫെബ്രുവരി 8 മുൻപുള്ള ഒരു ദിവസമായതുകൊണ്ട് ഈ ചൊവ്വാഴ്ചയിൽ നിന്ന് നമ്മൾ കുറയ്ക്കുന്നു. മുൻപുള്ള ദിവസമായതുകൊണ്ട് കുറയ്ക്കുന്നു. അതായത് ചൊവ്വ -2 എന്ന് പറയുന്ന ദിവസം ഏതാണ്? ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് 2 ദിവസങ്ങൾക്ക് മുൻപ് ഏതാണ്? രണ്ടാമത്തെ 2 ദിവസം പുറകിലേക്ക് ഏതാണ്? ഞായറാണ് അല്ലെ. തിങ്കള് ഞായർ. ഏതാ ദിവസം? ഞായറാണ് നമ്മുടെ ദിവസം, ഞായറാണ്. ഓക്കെ, കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. എല്ലാവർക്കും കിട്ടിയോ? ഒന്ന് കമന്റ് ചെയ്തേ, വേഗം കമന്റ് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. സൺഡേ ആണ്. ഓക്കെ. കിട്ടിയല്ലോ. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് കലണ്ടറിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ അല്ലെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ചോദിച്ച ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സെറ്റ് ആണല്ലോ. എല്ലാവരും സെറ്റ് ആണല്ലോ. ഒരേ ദിവസം വ്യത്യസ്ത വർഷങ്ങൾ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇങ്ങനത്തെ 2 ഡേറ്റ് തന്നിട്ട് അവയിൽ ഒന്ന് ഈ ആഴ്ചയാണ്, അങ്ങനെയാണെങ്കിൽ മറ്റേ ദിവസത്തിന്റെ ആഴ്ച, ആ ദിവസം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് എന്താണ്? ഇവയ്ക്കിടയിൽ എത്ര ഒറ്റ ദിവസങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എത്ര ഒറ്റ ദിവസങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്യൂ. 2022 ഫെബ്രുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2022 നവംബർ 14 ആഴ്ചയിലെ ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചത്. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST 2023 മെയിൻസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വേഗം ചെയ്തോ. ഓക്കെ, എല്ലാവരുടെ ഉത്തരവും കാണുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേഗം ചെയ്യൂ. 2022 ഫെബ്രുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2022 നവംബർ 14 ആഴ്ചയിലെ ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, വേഗം ചെയ്യൂ. എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ്? ആദ്യത്തെ ദിവസം നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, എങ്ങനെ? ആദ്യത്തെ ദിവസം ഏതാണ്? 2022 ഫെബ്രുവരി 1 അതേതാണ്? ചൊവ്വാഴ്ചയാണ് ആണല്ലോ, ചൊവ്വാഴ്ചയാണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ദിവസം ഏതാണ്? 2022 നവംബർ 14 നമ്മൾ കണ്ടെത്തേണ്ടത്. ആണല്ലോ. വേഗം കണ്ടുപിടിച്ചേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫെബ്രുവരിയിലെ 1-ാം തീയതിയാണ് നമുക്ക് തന്നത് അല്ലെ. ഇനി ബാക്കി എത്ര ദിവസം ഉണ്ട്? ഫെബ്രുവരി 2022 വർഷം ആണല്ലോ, അതിവർഷം അല്ല അല്ലെ. അപ്പോൾ എത്ര ദിവസം ഉണ്ട് ഫെബ്രുവരിയിൽ? 28 ദിവസങ്ങളാണ് അല്ലെ. അതായത് ബാക്കി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 27 ആണ്. ഓക്കെ, 27 വന്നു.
ഓക്കെ, ഇനി മാർച്ചിൽ എത്ര ദിവസങ്ങളുണ്ട്? മാർച്ചിൽ മൊത്തം 31 ദിവസങ്ങളാണ്. അതായത് അവിടെ ഒറ്റ ദിവസങ്ങൾ എന്ന് പറഞ്ഞ എത്രയാണ്? 3 ആണ് അല്ലെ? മാർച്ചില് 3 വന്നു. ഓക്കെ, ഇനി ഏപ്രിലോ? ഏപ്രിൽ എത്ര ദിവസങ്ങളുണ്ട്? 30 ദിവസങ്ങളാണുള്ളത് അല്ലെ? 30 ദിവസമാണ്. അതുകൊണ്ട് ഒറ്റ ദിവസങ്ങൾ എത്രയാണ്? 2 ആണ്. നമ്മൾ ഓരോ മാസങ്ങളുടെയും ഒറ്റ ദിവസങ്ങൾ പഠിച്ചതല്ലേ അല്ലേ? ഓക്കെ, അപ്പോൾ ഏപ്രിൽ എത്ര ദിവസങ്ങളുണ്ട്? 2 ഒറ്റ ദിവസമുണ്ട്. മെയ്യിലോ? മെയ്യില് 31 ദിവസങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ 3 ഒറ്റ ദിവസങ്ങളുണ്ട്. ഓക്കെ, ജൂണിലോ? ജൂണില് 30 ദിവസങ്ങളാണുള്ളത്. അതുകൊണ്ട് 2 ഒറ്റ ദിവസമാണ്. ജൂലൈയിലോ? ജൂലൈയില് 31 ദിവസങ്ങൾ, 3 ഒറ്റ ദിവസങ്ങൾ. ഓഗസ്റ്റിലോ? ഓഗസ്റ്റില് 31 ദിവസങ്ങൾ, 3 ഓഡ് ഡേയ്സ് ആണല്ലോ. സെപ്റ്റംബറിലോ? സെപ്റ്റംബറില് 30 ഒറ്റ ദിവസങ്ങളാണ്, 2 ഓഡ് ഡേയ്സ് ആണുള്ളത്. ഓക്കെ, ഒക്ടോബറിലോ? ഒക്ടോബറിൽ എത്രയാണ്? 31 ദിവസങ്ങളാണ്. എത്ര വരുന്നുണ്ട്? 3 ഓഡ് ഡേയ്സ് വരുന്നുണ്ട്. നവംബറിലോ? നവംബറിലോ? നവംബറില് 30 ദിവസങ്ങളാണുള്ളത്. പക്ഷെ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? നവംബർ 14 ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നവംബർ 14 ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ദിവസങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒറ്റ ദിവസങ്ങൾ, അതിൽ വരുന്ന ശിഷ്ടം ഏതാണോ അതാണ് നമ്മുടെ ഒറ്റ ദിവസങ്ങൾ. കിട്ടുവല്ലോ. ഓക്കെ, 27 3 30, 35, 40, 45, 48 അല്ലെ? ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക് മൊത്തം കൂട്ടുമ്പം? എത്ര കിട്ടുന്നുണ്ട്? 62 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ? 62 കിട്ടുന്നുണ്ട്. 62നെ ഇനി 7 കൊണ്ട് ഹരിക്കുന്നു. എന്തിന്? 62നെ എന്തിനാ 7 കൊണ്ട് ഹരിക്കുന്നത്? അതിന്റെ ഒറ്റ ദിവസങ്ങൾ എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, 7 8 56 വരും. ബാക്കി ശിഷ്ടം 6 വരും. അതായത് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് 6 ദിവസങ്ങളാണ് അല്ലെ? 6 ദിവസങ്ങളാണ്. നമുക്കറിയാം ഫെബ്രുവരി 1, 2022 ഫെബ്രുവരി 1 ഏതാണ്? ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 2022 നവംബർ 14 ഏത് ദിവസമാണ്? എങ്ങനെ കണ്ടുപിടിക്കും? ഈ ചൊവ്വേനോട് 6 ദിവസങ്ങൾ അങ്ങ് കൂട്ടിയാൽ മതി. 6 ദിവസങ്ങൾ കൂട്ടിയാൽ മതി. ഏത് കിട്ടും? തിങ്കൾ കിട്ടും. ഓക്കെ, തിങ്കൾ കിട്ടും. അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. കിട്ടിയല്ലോ? ഓപ്ഷൻ എ ആണ്. കിട്ടിയല്ലോ? ഓക്കെ, സെറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഓരോ മാസങ്ങളിൽ അല്ലെ, ഫെബ്രുവരി മുതൽ എവിടം വരെ? നവംബർ വരെ ഓരോ മാസങ്ങളുടെയും ഓഡ് ഡേയ്സ് ആഡ് ചെയ്താണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഇതിലെ ഓരോ ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ചത്, കൂടാതെ ആ ദിവസം ഏതാണെന്നും കണ്ടുപിടിച്ചത്. എന്നാൽ നമ്മൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസില് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകതയാണത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ വർഷത്തിൽ നമുക്ക് ചില മാസങ്ങളിൽ ഒരേ കലണ്ടർ യൂസ് ചെയ്യാം അല്ലെ? ഒരേ കലണ്ടർ ചില മാസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെ മാസങ്ങളിലാണ്? ഓക്കെ, നമ്മളൊരു കോഡ് പഠിച്ചു. എന്താണ്? മാന ജൂലൈ അല്ലെ? ജൂലൈ സെഡി എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? മാന ജൂലൈ സെഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിലെ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ മാർച്ചിലും നവംബറിലും നമുക്ക് ഒരേ കലണ്ടർ യൂസ് ചെയ്യാം അല്ലെ? ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ മാർച്ചിലും നവംബറിലും നമുക്ക് ഒരേ കലണ്ടർ യൂസ് ചെയ്യാം. ജൂലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏപ്രിലിലും ജൂലൈയിലും നമുക്ക് ഒരേ കലണ്ടർ യൂസ് ചെയ്യാം. സെപ്റ്റംബറിലും ഡിസംബറിലും നമുക്ക് ഒരേ കലണ്ടർ യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ മാർച്ചിലും നവംബറിലും ഒരേ കലണ്ടർ യൂസ് ചെയ്യാം, ഏപ്രിലും ജൂലൈയിലും ഒരേ കലണ്ടർ യൂസ് ചെയ്യാം, സെപ്റ്റംബറിലും ഡിസംബറിലും ഒരേ കലണ്ടർ യൂസ് ചെയ്യാം. അറിയുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നവംബർ 14 കിട്ടാൻ വേണ്ടി നമ്മൾ നവംബർ വരെ ഓരോന്നും കൂട്ടി പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി? മാർച്ചത്തെ നോക്കിയാൽ പോരെ? മാർച്ച് 14 ഏത് ദിവസമാണെന്ന് നോക്കിയാൽ പോരെ? മാർച്ച് 14 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയാണ് നവംബർ 14 അല്ലേ? ഓക്കെ, ഫെബ്രുവരി 1 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർച്ച് 14 ഏതാണെന്ന് നോക്കിയാൽ പോരെ? മാർച്ച് 14 അപ്പൊ ഏത് വരും? മാർച്ച് 14 ഏത് വരും? ഇവിടെ ഫെബ്രുവരി 1 കഴിഞ്ഞിട്ട് ബാക്കി 27 ദിവസങ്ങളുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താണ്? മാർച്ച് 14, ഇനി ഒരു 14 ദിവസം കൂടി കൂട്ടിയാൽ മതി അല്ലെ? 14 കൂടി കൂട്ടി. എത്ര കിട്ടി? 7 4 11, ശിഷ്ടം 1 4, 41 കിട്ടിയില്ലേ? 41 ദിവസങ്ങൾ കിട്ടി. ഈ 41നെ വേഗം 7 കൊണ്ടങ്ങ് ഹരിച്ചാ പോരെ? 7 5 35, ശിഷ്ടം 6. ഓക്കെ, ശിഷ്ടം 6 എന്താണ്? 6 ഓഡ് ഡേയ്സ് ആണ് നമുക്കുള്ളത്. 6 ഓഡ് ഡേയ്സ് ആണ് നമുക്കുള്ളത്. അതായത് നമ്മൾ ചൊവ്വേനോട് 6 കൂട്ടുന്നു, നമുക്ക് കിട്ടുന്നു ഉത്തരം തിങ്കൾ. കിട്ടിയോ?
ഉത്തരം കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ മാസവും നോക്കണ്ട, ആ മാർച്ചത്തെ അതേ കലണ്ടർ തന്നെ നമുക്ക് നവംബറിലും യൂസ് ചെയ്യാവുന്നതുകൊണ്ട് എന്താണ്, നവംബർ 14 കണ്ടുപിടിക്കാൻ മാർച്ച് 14 ഏത് ദിവസമാണെന്ന് കൂടി നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് കിട്ടും അല്ലെ? നമുക്ക് എക്സാമിന് സമയമാണ് പ്രധാനം, അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്ത് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. മാർച്ച് 14 ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലെ? അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, തിങ്കളാണ്. കിട്ടിയോ? കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, എല്ലാവർക്കും കിട്ടി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്താണ്? കോഡിംഗ് ഡീകോഡിംഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ആംഡ് പോലീസ് SIക്ക് SR4 STക്ക് വേണ്ടിയിട്ട് 2023 മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. വേഗം ചെയ്തേ. കോഡിംഗ് ഡീകോഡിംഗ് വരുന്ന ഒരു ചോദ്യമാണ്. വേഗം ചെയ്യൂ, എളുപ്പാണ്, വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ടോ? എന്താണ് ഇത്? എന്ത് ടൈപ്പാണ്? കോഡിംഗ് ഡീകോഡിംഗിൽ തന്നെ ലെറ്റർ ടൈപ്പ് ആണ് അല്ലെ? ഒരു വേർഡത്തെ ലെറ്റേഴ്സിനെ മറ്റ് കുറച്ച് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കോഡ് ചെയ്തിരിക്കുന്നു. ആ ടൈപ്പ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ലെറ്റർ ടൈപ്പ് കോഡിംഗ് ഡീകോഡിംഗ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആ ഓരോ ലെറ്റേഴ്സിന്റെയും ആ സ്ഥാനത്തിനനുസരിച്ചുള്ള വാല്യൂ ഉണ്ടല്ലോ, ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂ ഉണ്ടല്ലോ അല്ലെ? എത്രാമത്തെ ലെറ്റർ ആണെന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, അതങ്ങ് എഴുതി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആ തന്നിരിക്കുന്ന കോഡിലുള്ള ലെറ്റേഴ്സിനും അതേ കോഡങ്ങ് ചെയ്തു കൊടുക്കുക. ഓക്കെ, ആ കോഡങ്ങ് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് കണക്ഷൻ എന്താണെന്ന് വളരെ പെട്ടെന്ന് കിട്ടും അല്ലെ? ആംഡ് പോലീസ് SIക്ക് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. വേഗം ചെയ്ത് എല്ലാവരും ചെയ്തിട്ട് വേഗം ഉത്തരം കമന്റ് ചെയ്യൂ. കിട്ടുന്നുണ്ടോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ? നമുക്ക് നോക്കാം. നോക്കൂ, എന്താണ്? ഒരു പ്രത്യേക കോഡിംഗ് സിസ്റ്റത്തിൽ പെർമ്യൂട്ടേഷൻസ് എന്ന വാക്ക് RGP KW VY RK QLQ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ കോഡിംഗ് സിസ്റ്റത്തിൽ കോമ്പിനേഷൻസ് എന്ന് എങ്ങനെയാണ് എഴുതുക എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ? ഓക്കെ, നമുക്ക് വേഗം എഴുതി നോക്കാം. പെർമ്യൂട്ടേഷൻസ്. ഓക്കെ, എഴുതി. ഓക്കെ, ഇനി ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂ വേഗം എഴുതൂ. പിയുടെ എത്രയാണ്? 16 ആണ്. P 16, 5 E ആണ്, 6 18 ആണ്, M 13 ആണ്, U 21 ആണ്. T20 20 ഓർക്കാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ? T20 20, A 1, T20 I 9 ആണ്, O 15 ആണ്, N 14 ആണ്, S 19 ആണ്. സെറ്റാണ്. ഇത്രയും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി ഓരോന്നിന്റെയും കോഡ് തൊട്ട് താഴെയായിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ, R എഴുതി, G എഴുതി, P എഴുതി, K എഴുതി, W V Y R K Q L Q എഴുതിയല്ലോ. ഇനി ഈ ലെറ്റേഴ്സിന്റെ എല്ലാത്തിന്റെയും പ്ലേസ് വാല്യൂ കൂടി നമ്മൾ കൃത്യമായിട്ട് എഴുതുന്നു. നോക്കാം. R 18 ആണ്, G 7 ആണ്, P 16 ആണ്, K 11 ആണ്, W 23 ആണ്, V 22 ആണ്, Y 25 ആണ്, R 18 ആണ്, K 11 കിളവൻ എന്നോർക്കാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, Q 17 അല്ലെ? Q 17. ഓക്കെ, Q 17. L 12 ആണ്, Q 17 തന്നെ കിട്ടി. ഓക്കെ, ഇനി നോക്കൂ, എന്താണ് കണക്ഷൻ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ 16 ആണ്, ഇവിടെ 18 ആണ്, അതായത് 2 കൂട്ടി അല്ലെ? 2 കൂട്ടി. ഓക്കെ, ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ്, 2 കൂട്ടി. ഓക്കെ, ഇവിടെ 18 ആണ്, 16 ആണ്, എന്ത് ചെയ്തു? 2 കുറച്ചു. ഓക്കെ, 2 കുറച്ചു അല്ലെ? ഓക്കെ, ഇവിടെ നോക്കൂ, 13 ആണ്, ഇവിടെ 11 ആണ്, അവിടെയും 2 കുറച്ചു. ഓക്കെ, ഇവിടെ 21 ആണ്, അടുത്തത് 23 ആണ്, എന്താക്കി? 2 കൂട്ടി. ഓക്കെ, ഇവിടെയും 2 കൂട്ടി. ഓക്കെ, A 1 ആണ്, Y 25 ആണ്, അതായത് എന്താണ് ചെയ്തത്? എയുടെ തൊട്ട് പുറകിലുള്ള ലെറ്റർ ഏതാ വരിക? ഒരു സർക്കിൾ ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ്. എങ്ങനെ വരും? Z വരും. Z എത്രയാണ്? 26. അതിന്റെയും പുറകിൽ എത്രയാണ്? Y ആണ്, Y 25 ആണ്, അതായത് ഇവിടെ എന്താണ് ചെയ്തത്? 2 കുറയ്ക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? എയുടെ പുറകിൽ Z ആണ്, അതിന്റെ പുറകിൽ Y ആണ്, അതായത് 2 കുറച്ചു. ഓക്കെ, നോക്കൂ, ഇവിടെയും 2 കുറച്ചു. 20 18 കിട്ടി. ഓക്കെ, 2 കുറച്ചു.
അടുത്ത 9 11 കിട്ടി, ഇവിടെ 2 കൂട്ടി, ഇവിടെയോ ഇവിടെയും 2 കൂട്ടി. 14 12 കിട്ടി, എന്ത് ചെയ്തു ഇവിടുന്ന് 2 കുറച്ചു, ഇവിടെ 19 നിന്ന് 17 കിട്ടി, എന്ത് ചെയ്തു ഇവിടെ 2 കുറച്ചു. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എന്താണ് കോഡിങ്? രണ്ടക്ഷരങ്ങൾക്ക് 2 കൂട്ടുന്നു, തുടർന്ന് വരുന്ന രണ്ടക്ഷരങ്ങൾക്ക് 2 കുറയ്ക്കുന്നു, പിന്നെയും 2 കൂട്ടുന്നു രണ്ടെണ്ണത്തിന്, പിന്നെയും 2 കുറയ്ക്കുന്നു രണ്ടെണ്ണത്തിന്, പിന്നെയും 2 കൂട്ടുന്നു രണ്ടെണ്ണത്തിന്, വീണ്ടും 2 കുറയ്ക്കുന്നു രണ്ടെണ്ണത്തിന്. കോഡിങ് കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് നമ്മളുടെ ചോദ്യം. നമുക്ക് എക്സാമിന് സമയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് നമ്മൾ മുഴുവനൊന്നും കോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഒരു 5 ലെറ്റേഴ്സ് കോഡ് ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എത്ര ഓപ്ഷൻസ് വരുന്നത് നോക്കിയാൽ മതി, എന്നിട്ട് ഓപ്ഷൻ നോക്കിയാൽ മതി, എന്നിട്ട് ബാക്കിയുള്ളത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് കൃത്യമായ ഓപ്ഷനിലേക്ക് എത്തുക. ഓക്കെ, നോക്കൂ, സിയുടേത് 3 ആണ്, ഒയുടേത് 15 ആണ്, എമ്മിന്റെ 13 ആണ്, ബി 2 ആണ്, ഐ 9 ആണ്. ഓക്കെ, എത്ര എണ്ണം കിട്ടി? 5 എണ്ണം കിട്ടിയല്ലോ. ഇത് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, 3 ആദ്യം എന്താ ചെയ്തത്? 2 കൂട്ടുന്നു, 3 + 2 എത്രയാണ്? 5 കിട്ടി. അഞ്ചാമത്തെ ലെറ്റർ ഏതാ? ഇ ആണ് അല്ലെ? 2 കൂട്ടി ഇ കിട്ടി. ഓക്കെ, വീണ്ടും നമ്മൾ 2 കൂട്ടുന്നു, എത്ര കിട്ടുന്നു? 17 കിട്ടുന്നു, അതായത് ക്യൂ കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? 2 കുറയ്ക്കുന്നു, എമ്മിൽ നിന്ന് 2 കുറയ്ക്കുന്നു, അതായത് 13ൽ നിന്ന് 2 കുറയ്ക്കുന്നു, എത്ര കിട്ടി? 11 കിട്ടി. K11 കിളവൻ എന്ന് നമ്മൾ ഓർക്കാൻ പറഞ്ഞു അല്ലെ? K11 കിട്ടിയല്ലോ, സെറ്റാണ്. അടുത്ത 2ൽ നിന്ന് 2 കുറയ്ക്കുന്നു, എത്ര കിട്ടുന്നു? 0 കിട്ടുന്നു. 0 എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടോ? ഇല്ല, അതായത് എയുടെ തൊട്ടു പുറകിൽ ഏതാണ്? Z ആണ് അല്ലെ? EQKZ വരെ കിട്ടി. ഇനി എന്താണ്? I ആണ്, I 9 ആണ്, ഇവിടെ 2 കുറച്ചു. ഇനി Iനോട് നമ്മൾ 2 കൂട്ടണം. ഓക്കെ, 9നോട് 2 കൂട്ടി, എത്ര കിട്ടി? 11 കിട്ടി. ഏതാണ്? K ആണ്. EQKZK എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഓപ്ഷൻ ഏതാണ്? EQKZK. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി അല്ലെ? നമുക്ക് കൃത്യമായിട്ട് ഓരോ ലെറ്റേഴ്സിന്റെയും പ്ലേസ് വാല്യൂ കൃത്യമായിട്ട് അറിയുമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ കോഡിങ് എങ്ങനെയാണെന്ന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. കണ്ടെത്തിയല്ലോ. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന വാക്കും കൂടി നമ്മൾ കോഡ് ചെയ്തു. ഓക്കെ, മുഴുവൻ ചെയ്യണമെന്നില്ല, ഓപ്ഷൻസ് ബാക്കിയുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെ? EQKZK വരുന്ന വേറെ ഒന്നുമില്ല. നോക്കൂ, ഇവിടെ EQKZP ആണ് അല്ലെ? അപ്പൊ ബാക്കിയുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ഓപ്ഷനിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. എത്തിയല്ലോ, സെറ്റ് ആണല്ലോ എല്ലാവരും? ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വേഗം പോകാം. നോക്കൂ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്രൂഡ് എന്നത് 5421183 എന്നും ബോസ്റ്റൺ എന്നത് 1415201915 എന്നും എഴുതിയിരിക്കുന്നു. ആ ഭാഷയിൽ ഡോക്കറ്റ് എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചത്. CPO 2023 ചോദിച്ച ചോദ്യമാണ്. വേഗം ചെയ്യൂ. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഒരു വാക്ക് തന്നിട്ട് കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം? എന്ത് എഴുതണം? ആദ്യം ആ ഓരോ ലെറ്ററിന്റെയും പ്ലേസ് വാല്യൂ കൃത്യമായിട്ട് എഴുതുക. പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ ആ കോഡിങ് എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടും. ഓക്കെ, വേഗം നോക്കിയേ, വേഗം ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്യൂ. കിട്ടുന്നുണ്ടോ? കിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. ക്രൂഡ് അല്ലെ? നമ്മുടെ വാക്ക് എന്താണ്? ക്രൂഡ് ആണ്. ഓക്കെ, CRUDE, ക്രൂഡ്. ഓക്കെ, ഓരോ ലെറ്ററിന്റെയും പ്ലേസ് വാല്യൂ എന്ന് എഴുതി നോക്കിയേ. സിയുടേത് 3 ആണ്, ആറിന്റെ 18 ആണ്, യുവിന്റെ 21 ആണ്, ഡിയുടേത് 4 ആണ്, ഇയുടേത് 5 ആണ്. ആണല്ലോ. എന്താ നമ്മുടെ കോഡ്? 5 4 2 1 1 8 3 അല്ലെ? ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താണ്? ഈ ഓരോ പ്ലേസ് വാല്യൂവിലും കൂടി കാണുന്ന ഓരോ ലെറ്റേഴ്സ് അല്ലെ, ഓരോ നമ്പേഴ്സും എന്താണ് നമുക്ക് താഴെയും കാണാൻ സാധിക്കും അല്ലെ? ഇവിടെ കോഡ് ചെയ്ത ഈ ഒരു നമ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഓരോ നമ്പേഴ്സും ഇവിടെയും കാണാൻ സാധിക്കില്ലേ? അപ്പോ പക്ഷെ അതിന്റെ അറേഞ്ച്മെന്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ? അറേഞ്ച്മെന്റിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പക്ഷെ എല്ലാ നമ്പറും താഴെയുണ്ട് അല്ലെ? കാര്യം വ്യക്തമായല്ലോ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ അറേഞ്ച് ചെയ്തു എന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം അല്ലെ? അങ്ങനെയാണെങ്കിൽ വേഗം കണ്ടുപിടിച്ച് എങ്ങനെയാണ്? വേഗം നോക്കൂ.
എങ്ങനെയാണ്? ഈ 3 എവിടെയാണ്? ഇതാ ഇവിടെ അവസാനം വന്നിരിക്കുന്നു അല്ലെ? ഈ 3 ഇതാ ഈ അവസാനം വന്നിരിക്കുന്നു. ഈ 18 എവിടെയാ കാണാൻ സാധിക്കുക? അതാ ഇവിടെ കാണാൻ സാധിക്കും അല്ലെ? 18 കിട്ടും അല്ലെ? അതായത് ഇവിടേക്ക്. ഓക്കെ, യുവിന്റെ 21 ഇതാ താഴെ കാണുന്നുണ്ട് അല്ലെ? ഇത്ര എന്താണ്? 21 ആണ്. ഈ ഡിയുടെ 4 എവിടെ കാണാൻ സാധിക്കും? ഇവിടെ കാണാൻ സാധിക്കും അല്ലെ? ഈ 5 ഇതാ ഇവിടെ ആദ്യമുണ്ട്. അതായത് അവസാനം വരുന്ന ലെറ്ററിന്റെ പ്ലേസ് വാല്യൂ ആദ്യം എഴുതിയിരിക്കുന്നു എന്നിങ്ങനെ അങ്ങനെ ഒരു അവരോഹണം പോലെ അല്ലെ? അവരോഹണം എന്നല്ല, അതിന്റെ ആ ഒരു തിരിച്ചുള്ള ഓർഡറിൽ അതിന്റെ ഓരോ പ്ലേസ് വാല്യൂയും എഴുതിക്കൊണ്ടാണ് നമ്മുടെ കോഡിംഗ് വന്നിരിക്കുന്നത് അല്ലെ? എല്ലാം തിരിച്ചിട്ട് ആ പ്ലേസ് വാല്യൂ മുഴുവൻ തിരിച്ചിട്ട് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ ലെറ്ററിന്റെ പ്ലേസ് വാല്യൂ ആദ്യം വന്നിരിക്കുന്നു, ആദ്യത്തെ ലെറ്ററിന്റെ പ്ലേസ് വാല്യൂ അവസാനം വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് നമ്മുടെ കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബോസ്റ്റൺ എന്ന് പറയുന്ന വാക്കോ അതും നോക്കാം നമുക്ക്. ബോസ്റ്റൺ അല്ലെ? ബി 2 ആണ്, O 15 ആണ്, S 19 ആണ്, T 20 ആണ്, O 15 ആണ്, N 14 ആണ് അല്ലെ? ഇവിടെ കോഡ് നോക്കൂ, 14 ആദ്യം വന്നു, N-ന്റെ 14 ആണത് അല്ലെ? അടുത്ത് നോക്കൂ, 15 വന്നു, 15 എന്താണ്? ഓയുടെ 15 ആണ് അല്ലെ? ഇവിടെ എത്രയാണ്? 20 വന്നു, 20 എന്താണ്? ടിയുടെ 20 ആണ്. ഓക്കെ, അടുത്ത 19 വന്നു, ആ 19 എന്താണ്? എസിന്റെ 19 ആണ്. ഓക്കെ, ഈ 15 ഇവിടെ വന്നു, എന്താണ് 15? ഓയുടെ 15 ആണ്. 14 അടുത്ത എന്താണ്? 2 വന്നു, എന്തിന്റെയാണ്? ബിയുടെ 2 ആണ്. കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്കറ്റ് എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ കോഡ് ചെയ്യും എന്നാണ് നമ്മുടെ ചോദ്യം. വേഗം കണ്ടുപിടിക്കൂ. എങ്ങനെയാണ് ഡോക്കറ്റ്? ഓക്കെ, ഡിയുടെ എത്രയാണ്? 4 ആണ്, O 15 ആണ്, C 3 ആണ്, K 11 ആണ്, E 5 ആണ്, T 20 ആണ് അല്ലെ? അവസാനം വന്ന ലെറ്ററിന്റെ പ്ലേസ് വാല്യൂ ആദ്യം വരണം. ഓക്കെ, 20 വന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ, മുഴുവൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? 20-ൽ തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ? ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞൂടെ? ബാക്കിയുള്ളത് മുഴുവൻ ഒഴിവായിക്കൂടെ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. കിട്ടിയല്ലോ, വളരെ പെട്ടെന്ന് കിട്ടും. നമുക്ക് ഇതിന്റെ കോഡിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, മുഴുവൻ ചെയ്യാൻ നിൽക്കുകയേ വേണ്ട. നമുക്ക് കൃത്യമായ ഓപ്ഷനിൽ വളരെ കുറഞ്ഞ സമയത്തിൽ എത്തുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കിട്ടിയോ? ഓപ്ഷൻ ഡി കിട്ടിയോ? വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കിട്ടി. ഓക്കെ, വെരി ഗുഡ്. കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ കോഡിംഗ് ഡീകോഡിംഗിലെ മറ്റൊരു ചോദ്യം കൂടി പിന്നെ കണ്ടു കഴിഞ്ഞു. കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. CPO 2023 ചോദിച്ചൊരു ചോദ്യമാണ്. സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്യൂ. പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ 2023 ചോദിച്ചൊരു ചോദ്യമാണ്. വേഗം ചെയ്യൂ. എന്താണ് ചോദ്യം? കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി. ഓക്കെ, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. സിമിയുടെ അമ്മയാണ് പിങ്കി. രാമന്റെ ഭാര്യയാണ് സിമി. പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വേഗം കണ്ടുപിടിക്കൂ. എളുപ്പമാണ്. കിട്ടുന്നുണ്ടോ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? സിമ്പിൾസ് ഉപയോഗിച്ച് കൊണ്ടാണ് അല്ലെ? വളരെ പെട്ടെന്ന് സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യും? പുരുഷന്മാരെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? ഒരു ചതുരത്തിൽ സൂചിപ്പിക്കും. പുരുഷന്മാരെ ചതുരത്തിൽ സൂചിപ്പിക്കും. സ്ത്രീകളെ നമ്മൾ ഒരു വൃത്തത്തിൽ സൂചിപ്പിക്കും. ഓക്കെ, ഇനി ഒരു പുരുഷനും സ്ത്രീയും കൂടി കല്യാണം കഴിച്ചവരാണെങ്കിൽ, ദമ്പതിമാരാണെങ്കിൽ എങ്ങനെ സൂചിപ്പിക്കും? ഒരു ഡബിൾ ഹെഡഡ് ആരോയിൽ നമ്മൾ സൂചിപ്പിക്കും. ഓക്കെ, തൊട്ടടുത്ത ജനറേഷനെ നമ്മൾ ഒരു ലൈൻ കൊണ്ട് സൂചിപ്പിക്കും. ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലെ? നോക്കാം നമുക്ക്. എന്താ പറഞ്ഞത്? കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി. കൃഷ്ണനെ നമ്മൾ K എന്ന് കൊടുക്കുന്നു. കൃഷ്ണൻ ദാ ഇവിടെ ഉണ്ട് അല്ലെ? കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി. ഗൗരി ഇവിടെ കൊടുത്തു അല്ലെ? സഹോദരിയാണ്. ഓക്കെ, G കൊടുത്തു. ഓക്കെ, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. അല്ലെ? പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിങ്കിയുടെ മകന്റെയോ മകളുടെയോ മകനാണ് ആര്? കൃഷ്ണൻ എന്ന് പറയുന്നത്
ആണല്ലോ. ഓക്കെ, സിമിയുടെ അമ്മയാണ് പിങ്കി. സിമിയുടെ അമ്മയാണ് പിങ്കി. സിമിയുടെ അമ്മയാണ് പിങ്കി. സിമി ആരാണ്? കൃഷ്ണന്റെ അമ്മയാണോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടിവിടെ നിന്ന് മാറ്റി കൊടുക്കുകയാണ് സിമി. ഓക്കെ, സിമി ഒരു പക്ഷേ കൃഷ്ണന്റെ അമ്മയാകാം, അല്ലെ? അറിയില്ല. അതുകൊണ്ട് നമ്മൾ സൈഡിൽ കൊടുത്തു. അമ്മയാണ്, കൃഷ്ണന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സിമിയെ ഈ ഒരു ജനറേഷന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ കൊടുത്തു. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, രാമന്റെ ഭാര്യയാണ് സിമി. രാമന്റെ ഭാര്യയാണ് സിമി. ഓക്കെ, സിമി അപ്പൊ ലേഡിയാണ്. ഇവിടെ ഒരു മാരീഡ് റിലേഷൻ. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഓക്കെ, പിങ്കി ഗൗരിയുടെ ആരാണ്, അല്ലെ? മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിങ്കി ഗൗരിയുടെ ആരാണ്? പിങ്കി ഗൗരിയുടെ ആരാണ്? ഗൗരിയുടെ സഹോദരനാണ് കൃഷ്ണൻ, അല്ലെ? കൃഷ്ണന്റെ ആരാണ്? അമ്മമ്മയാണ്, അല്ലെ? മുത്തശ്ശിയാണ് ആര്? പിങ്കി. അങ്ങനെയാണെങ്കിൽ ഗൗരിയുടെ മുത്തശ്ശിയും ആരാണ്? പിങ്കിയാണ്, അല്ലെ? ഗൗരിയുടെ മുത്തശ്ശിയും ആരാണ്? പിങ്കിയാണ്. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശി. ഓക്കെ, പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ 2023 ചോദിച്ച ചോദ്യമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സിമ്പിൾസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. കിട്ടുന്നുണ്ടല്ലോ? എല്ലാവർക്കും കിട്ടിയോ? ഓപ്ഷൻ എ കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ചിലർക്ക് ചെറുമകൾ എന്നൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചത്, അല്ലെ? ഗൗരി പിങ്കിയുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്നല്ല ചോദിച്ചത്. ഗൗരി പിങ്കിയുമായി ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം എന്ത്? ചെറുമകളാണ്. പക്ഷെ ഇവിടെ പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ എന്താണ്? ഗൗരിയുടെ അമ്മൂമ്മയാണ്, മുത്തശ്ശിയാണ് ആര്? പിങ്കി എന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ? വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഉത്തരം കൂടി കിട്ടി. ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. കിട്ടിയല്ലോ? സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വേഗം ചെയ്തേ, വേഗം ചെയ്യൂ. എളുപ്പമുള്ള ചോദ്യമാണ്, വേഗം ചെയ്യൂ. എ ബിയുടെ അമ്മയും സി ബിയുടെ സഹോദരനും ഡി സിയുടെ അച്ഛനുമായാൽ എ ഡിയുടെ ആരാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2023 ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വേഗം ചെയ്യൂ. സിമ്പിൾസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. വേഗം ചെയ്യൂ, എന്നിട്ട് വേഗം ഉത്തരം കമന്റ് ചെയ്തേ. കിട്ടിയോ? കിട്ടിയോ? എളുപ്പമല്ലേ? നോക്കാം. എ ബിയുടെ അമ്മയും, എ ആരാണ്? ബിയുടെ അമ്മയാണ്. എ ആരാണ്? ബിയുടെ അമ്മയാണ്. അമ്മയായതുകൊണ്ട് നമ്മൾ സർക്കിളിൽ കൊടുക്കുന്നു, കാരണം സ്ത്രീയാണ്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, സി ബിയുടെ സഹോദരനും, സി ആരാണ്? ബിയുടെ സഹോദരനാണ്. സി ആരാണ്? ബിയുടെ സഹോദരനാണ്. സഹോദരനാണ്, ഒരേ ജനറേഷൻ ആയതുകൊണ്ട്, ഒരേ സഹോദരങ്ങളായതുകൊണ്ട് അടുത്തടുത്ത് എഴുതുന്നു. ഓക്കെ, സി ബിയുടെ സഹോദരനാണ്. സഹോദരനായതുകൊണ്ട് മെയിലാണ്, അതുകൊണ്ട് നമ്മൾ ചതുരത്തിൽ കൊടുക്കുന്നു. സെറ്റാണല്ലോ ഇത്രയും? ഓക്കെ, ഡി സിയുടെ അച്ഛനുമായാൽ ഡി ആരാണ്? സിയുടെ അച്ഛനാണ്. ഡി ആരാണ്? സിയുടെ അച്ഛനാണ്. സിയുടെ സഹോദരൻ, അല്ലെ? ബിയുടെ സഹോദരൻ ആണ് ആര്? സി, അല്ലെ? അപ്പൊ രണ്ടുപേരുടെയും അച്ഛൻ ഒരാളല്ലേ? അല്ലെ? ഓക്കെ, അതായത് ഡി ആണ് അച്ഛൻ. അതായത് എയും ഡിയും എങ്ങനെയാണ്? മാരീഡ് റിലേഷൻ ആണ്, അല്ലേ? അല്ലേ? ഓക്കെ, കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? എ ഡിയുടെ ആരാണ്? എ ഡിയുടെ ആരാണ്? എ ആരാണ്? എ ഡിയുടെ ഭാര്യയാണ്. എ ഡിയുടെ ഭാര്യയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ കിട്ടും? സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടും. ഇത്രമാത്രം ഓർക്കുക. എന്താണ്? പുരുഷന്മാരെ നമ്മൾ ചതുരം കൊണ്ടും സ്ത്രീകളെ നമ്മൾ വൃത്തം കൊണ്ടും, മാരീഡ് റിലേഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ ഡബിൾ ഹെഡഡ് ആരോ കൊണ്ടും സൂചിപ്പിക്കുന്നു. രണ്ട് ജനറേഷനെ നമ്മൾ ഒരു ലൈൻ വെച്ച് വേർതിരിക്കുന്നു. സഹോദരങ്ങളെ അടുത്തടുത്ത് എഴുതുന്നു. ഇത്രമാത്രം നമ്മൾ സിമ്പിൾസിൽ ഓർത്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സെറ്റാണല്ലോ? സെറ്റാണല്ലോ? കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം എന്താണ്? ഡയറക്ഷൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആംഡ് പോലീസ് SI SR ഫോർ ST 2023 മെയിൻസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വേഗം ചെയ്തേ, വേഗം ചെയ്യൂ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വേഗം ചെയ്യൂ.
ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. എന്താണ് നമ്മൾ ഇങ്ങനെ ഇവിടെ എന്താണ് ചോദ്യം നോക്കിയേ, അഭി കിഴക്കോട്ട് അഭിമുഖമാണ് അല്ലെ, അഭി കിഴക്കോട്ട് അഭിമുഖമാണ്. അവൻ ഘടികാര ദിശയിൽ 45 ഡിഗ്രിയും പിന്നീട് എതിർ ഘടികാര ദിശയിൽ മറ്റൊരു 180 ഡിഗ്രിയും പിന്നെ ഘടികാര ദിശയിൽ 90 ഡിഗ്രിയും തിരിയുന്നു. അവൻ ഇപ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത് എന്നാണ് ചോദ്യം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെ കണ്ടെത്തും? ഒന്നുമില്ല, നമ്മൾ നോക്കിയേ, ആദ്യം അഭി എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കിയാൽ മതി. എവിടെയാണ്? കിഴക്കോട്ടേക്കാണ് നോക്കുന്നത്. ഓക്കെ, കിഴക്കോട്ടാണ്. ഇനി എന്ത് ചെയ്യണം? ഇപ്പോ കിഴക്കോട്ടേക്കാണ് നോക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഘടികാര ദിശയിൽ തിരിയുന്നതൊക്കെ എന്താക്കണം? കൂട്ടണം. ഘടികാര ദിശയിൽ തിരിയുന്നതൊക്കെ എന്താക്കണം? കൂട്ടണം. എതിർ ഘടികാര ദിശയിൽ തിരിയുന്നതൊക്കെയോ അതൊക്കെ കുറയ്ക്കണം. ഇത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഘടികാര ദിശയിൽ വരുന്നതൊക്കെ കൂട്ടണം, തിരിയുന്നതൊക്കെ കൂട്ടണം, എതിർ ഘടികാര ദിശയിൽ തിരിയുന്നതൊക്കെ എന്താക്കണം? കുറയ്ക്കണം. ഇത്ര മാത്രം ചെയ്യുക. അവൻ ഘടികാര ദിശയില് 45 ഡിഗ്രി ആദ്യം തിരിയുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്താ ചെയ്യുന്നത്? പിന്നീട് എതിർ ഘടികാര ദിശയിൽ മറ്റൊരു 180 ഡിഗ്രി, എതിർ ഘടികാര ദിശയില് മറ്റൊരു 180 ഡിഗ്രി, പിന്നെ ഘടികാര ദിശയിൽ 90 ഡിഗ്രിയും തിരിയുന്നു. ഘടികാര ദിശയില് 90 ഡിഗ്രിയും തിരിയുന്നു. അവൻ ഇപ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, വേഗം ചെയ്യൂ. കിഴക്ക്, പിന്നെ 45ഉം 90ഉം കൂടി കൂട്ടി 135 കിട്ടി. 135 മൈനസ് 180 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -45 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായോ? കിഴക്ക് പ്ലസ് 45 ഡിഗ്രി ഘടികാര ദിശ, പിന്നെ ഒരു 90 ഡിഗ്രി ഘടികാര ദിശ, രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടി? 135 ഡിഗ്രി കിട്ടി. പിന്നെ എതിർ ഘടികാര ദിശയിൽ 180 ഡിഗ്രി കൂടി തിരിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കുറയ്ക്കുന്നു. 135 മൈനസ് 180 എത്ര കിട്ടി? -45. അതായത് കിഴക്കിൽ നിന്നും 45 ഡിഗ്രി പിന്നെ കുറയ്ക്കുമ്പോൾ, അതായത് കിഴക്കിൽ നിന്നും എതിർ ഘടികാര ദിശയിൽ 45 ഡിഗ്രി തിരിയുമ്പോൾ എവിടെയാണോ അങ്ങോട്ടാണ് ഇപ്പോൾ ആര് നോക്കുന്നത്? അഭി നോക്കുന്നത്. ഓക്കെ, കിഴക്കിൽ നിന്ന് 45 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞാൽ എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ കോമ്പസ് അല്ലെ. ദിശകൾ എങ്ങനെയാണ്? ദിക്കുകൾ എങ്ങനെയാണ്? വടക്ക് ഇവിടെയുണ്ട്, തെക്ക് ഇവിടെയുണ്ട്, ഇവിടെ കിഴക്കാണ്, ഇവിടെ പടിഞ്ഞാറാണ് അല്ലെ, പടിഞ്ഞാറാണ്. ഓക്കെ, കിഴക്കിൽ നിന്നും 45 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞാൽ ദാ ഈ കാണുന്ന ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ കാണുന്ന ഡയറക്ഷൻ ഏതാണ്? അല്ലെ, ഇവിടെ 45 ഡിഗ്രി അല്ലേ? ഓക്കെ, 45 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞാൽ എവിടെയായിരിക്കും? വടക്ക് കിഴക്കിലായിരിക്കും ഇപ്പോൾ ആര് നോക്കുന്നത്? അഭി നോക്കുന്നത്. വടക്ക് കിഴക്ക്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. കിട്ടിയോ? ഓക്കെ, വടക്ക് കിഴക്കാണ് നമ്മുടെ ഉത്തരം. നോർത്ത് ഈസ്റ്റ്. കിട്ടിയല്ലോ. വടക്ക് കിഴക്കാണ് നമ്മുടെ ഉത്തരം. ആംഡ് പോലീസ് SI 2023 ചോദിച്ച ചോദ്യമാണ്. കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സെറ്റ് ആണ്. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം വേഗം ചെയ്യൂ. തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു. പടിഞ്ഞാറ് എന്തായി തീരും? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ചോദിച്ചൊരു ചോദ്യമാണ് 2023. വേഗം ചെയ്യൂ. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. എന്ത്? കോമ്പസ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി അല്ലെ, ദിക്കുകളൊക്കെ ഒന്ന് വരച്ചു നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് കിട്ടും. വേഗം ചെയ്തു നോക്കൂ, എളുപ്പത്തിൽ കിട്ടും. കിട്ടിയോ? എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ? ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് ദിക്കുകളൊക്കെ ഒന്ന് വരച്ചു നോക്കാം അല്ലെ. ഓക്കെ, ഇതാണ് നമ്മുടെ ദിക്കുകള്. മുകളിൽ വടക്ക്, ഇവിടെ തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, എന്താ പറഞ്ഞത്? തെക്ക് കിഴക്ക് വടക്കായി മാറുന്നു. തെക്ക് കിഴക്ക് എന്താവുന്നു? വടക്കാവുന്നു. തെക്ക് കിഴക്ക് എവിടെയാണ്? ദാ ഇവിടെ അല്ലെ. ഇതെന്താണ്? തെക്ക് കിഴക്കാണ്. ഇതെന്താവുന്നു? ഇത് തെക്ക് കിഴക്കാണ്. ഇവിടെ എന്താവുന്നു? വടക്കാവുന്നു അല്ലെ, വടക്കാവുന്നു. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? വടക്ക് കിഴക്ക് പടിഞ്ഞാറാവുന്നു. വടക്ക് കിഴക്ക് എന്താവുന്നു? പടിഞ്ഞാറാവുന്നു. വടക്ക് കിഴക്ക് പടിഞ്ഞാറാവുന്നു.
അല്ലെ? പടിഞ്ഞാറാവുന്നു. ഓക്കെ, ഇനി എന്താ ചോദ്യം? പടിഞ്ഞാറ് എന്തായി തീരും, അതായത് ഈ കാണുന്ന ഡയറക്ഷൻ എന്തായി തീരും എന്നാണ് ചോദിച്ചത്. ഓക്കെ, നോക്കൂ, ഇവിടെ തെക്ക് കിഴക്ക് വടക്കാവുന്നുണ്ടെങ്കിൽ വടക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? തെക്കാണ്. തെക്കാണ് അല്ലെ? ഇവിടെ എന്താവും? തെക്കായി മാറും. തെക്കായി മാറും. ഓക്കെ, തെക്കായിട്ട് മാറും. തെക്കായി മാറിയല്ലോ. ഓക്കെ, വടക്ക് കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ ഈ പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റ് എന്തായി വരും? കിഴക്കായി മാറും. കിഴക്കായി മാറും അല്ലെ? പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റ് എന്താവും? കിഴക്കായിട്ട് മാറും. മാറിയല്ലോ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ് ഡയറക്ഷൻ? ഇവിടെ വടക്കുണ്ട്, ഇവിടെ തെക്കുണ്ട്, ഇവിടെ പടിഞ്ഞാറുണ്ട്, ഇവിടെ കിഴക്കുണ്ട്. ഇനി എന്താ ചോദിച്ചത്? പടിഞ്ഞാറ് എന്തായി തീരും? തെക്കിന്റെയും കിഴക്കിന്റെയും ഇടയ്ക്ക് വരുന്ന ദിശ ഏതാണ്? തെക്ക് കിഴക്കാണ്. തെക്ക് കിഴക്കാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. വളരെ എളുപ്പമല്ലേ? ഒന്ന് വരച്ചു നോക്കിയാൽ മതി, വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിൽ എത്താൻ സാധിക്കും അല്ലെ? ഒരു സംശയവും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഈ ദിക്കുകൾ വരച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. എളുപ്പത്തിൽ കിട്ടിയല്ലോ? എളുപ്പത്തിൽ കിട്ടിയല്ലോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കിട്ടുന്നുണ്ട്. ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വേഗം ചെയ്തോക്കൂ, എളുപ്പമാണ്, വേഗം ചെയ്യൂ. ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു, അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു, പിന്നീട് 25 മീറ്റർ ഇടത്തോട്ടും വീണ്ടും ഇടത്തോട്ട് 25 മീറ്ററും നടന്നു എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലവും അവസാനിച്ച സ്ഥലവും തമ്മിലുള്ള അകലം എത്ര എന്നാണ് ചോദ്യം. CPO 2023 ചോദിച്ച ചോദ്യമാണ്. വളരെ വളരെ എളുപ്പമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള വഴികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് വേഗം ചെയ്ത എല്ലാവരും വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ. ഓക്കെ, കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒന്ന് ഡയഗ്രാം വരച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്കൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, അത് പ്രകാരം ചെയ്തു തീർക്കാൻ പറ്റും അല്ലെ? രണ്ടും വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഡയഗ്രാം വരച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ ഷോർട്ട് ട്രിക്ക് പ്രകാരമാണെങ്കിൽ നമുക്ക് വളരെ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഡയഗ്രാം ഒന്നും വരയ്ക്കാതെ വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ആ ഡയഗ്രാം വരയ്ക്കാതെ എങ്ങനെ എഴുതാം, എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ? എന്താ പറഞ്ഞത്? ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു അല്ലെ? എങ്ങോട്ട് നടന്നു? തെക്കോട്ട്. എത്ര നടന്നു? 20 മീറ്റർ നടന്നു. ഓക്കെ, ആ തെക്ക് നമ്മൾ ഇവിടെ എഴുതി, തൊട്ട് താഴെ എത്ര മീറ്റർ നടന്നു അതും കൂടി എഴുതി. തെക്കോട്ട് 20 മീറ്റർ നടന്നു. ഓക്കെ, ഡയറക്ഷൻസ് ഒന്ന് വരച്ചു വെക്കുകയാണ്, എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു. അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു. തെക്കിന്റെ വലതേതാണ്? തെക്കിന്റെ വലതേതാണ്? പടിഞ്ഞാറാണ്. പടിഞ്ഞാറോട്ടപ്പം എത്ര നടന്നു? 25 മീറ്റർ നടന്നു. 25 മീറ്റർ നടന്നു. ഓക്കെ, പിന്നീട് 25 മീറ്റർ ഇടത്തോട്ടും ഇപ്പൊ പടിഞ്ഞാറോട്ടാണ് പോകുന്നത് അല്ലെ? പടിഞ്ഞാറിന് 25 മീറ്റർ ഇടത്തോട്ടും. പടിഞ്ഞാറിന് ഇടതേതാണ്? തെക്കാണ്. ആ തെക്ക് എഴുതി. എത്ര എഴുതി? 25 മീറ്റർ ആണ് നടന്നത്. ഓക്കെ, കിട്ടിയല്ലോ? ഓക്കെ, വീണ്ടും ഇടത്തോട്ട് 25 മീറ്ററും വീണ്ടും ഇടത്തോട്ട്. തെക്കോട്ട് ഇപ്പൊ 25 മീറ്റർ നടക്കുകയാണ്, അവിടുന്ന് വീണ്ടും ഇടത്തോട്ട്. എവിടെ എത്തി? കിഴക്കിലെത്തി. കിഴക്കോട്ട് എത്ര നടന്നു? 25 മീറ്ററും കൂടി നടന്നു. കിട്ടിയല്ലോ? നമ്മൾ ഓരോ ദിക്കിലേക്കും എത്ര മീറ്റർ നടന്നു എന്നും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എഴുതിയല്ലോ? സെറ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എതിർദിശകളെ കുറയ്ക്കണം. ഇവിടെ ഏതൊക്കെയാണ് എതിർദിശകള്? പടിഞ്ഞാറും കിഴക്കും. പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെയും വാല്യൂസ് നോക്കിയേ. ഇവിടെയും 25 ഇവിടെ 25. അവ തമ്മിൽ കുറയ്ക്കണം. എതിർദിശകളെ തമ്മിൽ കുറയ്ക്കണം. പടിഞ്ഞാറും കുറച്ചു, കിഴക്കും കുറച്ചു. വാല്യൂസ് എത്രയാണ്? ഒരേ വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ? എതിർദിശകളെ തമ്മിൽ കുറച്ചു. ഓക്കെ, ഇനി സമാന ദിശകൾ ഏതൊക്കെയാണ്? തെക്ക് ഇവിടെ 20 ഉണ്ട്, ഇവിടെയും തെക്ക് 25 ഉണ്ട് അല്ലെ? സമാന ദിശകളാണ്. സമാന ദിശകളെ എന്ത് ചെയ്യണം? കൂട്ടണം. സമാന ദിശകളെ കൂട്ടണം. അതായത് തെക്കിലേക്ക് 20ഉം 25ഉം കൂടി കൂട്ടിയിട്ട് നമുക്ക് കിട്ടും എത്ര? 45. ഇവിടെ മീറ്റർ എത്ര അകലം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പക്ഷെ നമുക്ക് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് വരെ ഡയഗ്രാം വരയ്ക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് തെക്ക് ഭാഗത്തേക്ക് 45 മീറ്റർ നടക്കുകയാണ് ഇദ്ദേഹം.
ഓക്കെ, ദൂരം എത്രയാണ്, അകലം എത്രയാണ്, 45 മീറ്റർ ആണ്. എളുപ്പമാണല്ലോ. ഒന്നും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നോക്കൂ, ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു. ആ തെക്ക് നമ്മൾ ആദ്യം എഴുതുന്നു, 20 മീറ്റർ ആണ് നടന്നത്. ഓക്കെ, അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു. തെക്കിലേക്ക് നടന്നയാള് വലത്തോട്ട് 25 മീറ്റർ നടക്കുകയാണ്. തെക്കിന്റെ വലത് ഏതാണ്, പടിഞ്ഞാറാണ്. ആ പടിഞ്ഞാറ് എഴുതി. ഓക്കെ, എത്ര നടന്നു, 25 മീറ്റർ. ഓക്കെ, പിന്നീട് 25 മീറ്റർ ഇടത്തോട്ട്, പടിഞ്ഞാറിന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ എവിടെ എത്തി, തെക്കിലേക്ക് എത്തി. പടിഞ്ഞാറിന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ എവിടെ എത്തി, തെക്കിലേക്ക് എത്തി. തെക്കിലേക്ക് എത്ര നടന്നു, പിന്നെ എത്ര നടന്നു, 25 മീറ്റർ നടന്നു. 25 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് 25 മീറ്റർ നടന്നു. തെക്കിൽ നിന്ന് ഇടത്തോട്ട് പോയ എവിടെ എത്തി, കിഴക്കിലെത്തി. കിഴക്കേക്ക് എത്ര നടന്നു, 25 മീറ്റർ നടന്നു. ഓക്കെ, 25 മീറ്റർ നടന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എതിർദിശകളെ തമ്മിൽ കുറയ്ക്കണം. എതിർദിശകളെ തമ്മിൽ കണ്ടെത്തി. പടിഞ്ഞാറും എതിർദിശയാണ്, പടിഞ്ഞാറിന് എതിർവശം ഏതാണ്, കിഴക്കാണ് അല്ലെ. ആ രണ്ട് വാല്യൂസ് നോക്കിയേ, തുല്യമാണ് അല്ലെ. 25 25 ആണ്. 25 കൂടി കുറച്ച് നമുക്ക് എത്ര കിട്ടി, 0 കിട്ടി. അതായത് പടിഞ്ഞാറും കിഴക്കും നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 0 കിട്ടിയോണ്ട് ക്യാൻസൽ ചെയ്തു രണ്ടും. ഓക്കെ, ക്യാൻസൽ ചെയ്തു. ഇനി നോക്കൂ, സമാന ദിശകൾ ഏതൊക്കെയാണ്, ഇവിടെ തെക്ക് 20 ഉണ്ട്, വീണ്ടും ഒരു തെക്ക് 25 ഉണ്ട്. സമാന ദിശകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. സമാന ദിശകളെ കൂട്ടണം. തെക്ക് 45 മീറ്റർ എന്ന് നമുക്ക് കിട്ടും അല്ലെ. തെക്കിലേക്ക് 45 മീറ്റർ. അതായത് ഇയാള് ഇപ്പോൾ നടക്കുന്നത് തെക്കു ഭാഗത്തേക്ക് 45 മീറ്റർ അകലെയാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. മനസ്സിലായല്ലോ, നമുക്ക് എത്ര അകലം കിട്ടി, 45 മീറ്റർ എന്ന് കിട്ടി. ആ ദിശയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്, ആദ്യം തുടങ്ങിയ ഭാഗത്ത് നിന്നും തെക്ക് ഭാഗത്തേക്ക് 45 മീറ്റർ അകലെയാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഡയഗ്രാം പോലും വരച്ചു നോക്കാതെ വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നല്ല പ്രാക്ടീസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് തീരുമ്പോഴേക്കും അത് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് കൃത്യമായ ഉത്തരം ഒറ്റയടിക്ക് പിന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഡയഗ്രാം പോലും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. സെറ്റ് ആണല്ലോ, കിട്ടുന്നുണ്ടല്ലോ. ഓപ്ഷൻ സി കിട്ടി എല്ലാവർക്കും, ഓപ്ഷൻ സി കിട്ടിയല്ലോ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ്, ഈ 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 12 എണ്ണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഉത്തരങ്ങളൊക്കെ കണ്ടു. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ. ഓക്കെ, അത്രയും മാത്രമാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.